പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NSൻ്റെ SSLC +2 പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ ഓരോ സബ്ജക്റ്റിൻ്റെയും പാസ് മാർക്ക് എത്രയെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് 2025 തുടർന്നുള്ള വർഷങ്ങളിലൊക്കെ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ ഹ്യൂമാനിറ്റീസ് ഉണ്ടായിരിക്കും, കൊമേഴ്സ് ഉണ്ടായിരിക്കും, സയൻസ് ഉണ്ടായിരിക്കും, SSLC ഉണ്ടായിരിക്കും. ഓരോ സബ്ജക്റ്റിൻ്റെയും പാസ് മാർക്ക് എത്രയാണ് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. നമുക്ക് പ്രത്യേകിച്ച് തിയറി സബ്ജക്റ്റുകൾക്ക് 33% എഴുതി പാസ്സാകേണ്ടത്. ഇപ്പം ഇംഗ്ലീഷ്, മലയാളം, ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്സ്, ഇങ്ങനെ പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റുകൾ ഉണ്ടാവും. പ്രാക്ടിക്കൽ ഇല്ലാത്ത +2-ൻ്റെയും SSLCയുടെയും ഏത് സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാലും അതിന് നമുക്ക് 33% പാസ് മാർക്ക് വരുന്നത്. അതായത് 100 മാർക്കിൻ്റെ പേപ്പറിൽ 20 മാർക്ക് അസൈൻമെൻ്റ് ആണ്. 100-ൽ നമുക്ക് 20 മാർക്ക് അസൈൻമെൻ്റ് ആണ്. ബാക്കി വരുന്ന 80 മാർക്കാണ് എഴുത്ത് പരീക്ഷ വഴി വരുന്നത്. ഈ 80-ൻ്റെ 33% ഏകദേശം 26 മാർക്കാണ് നിങ്ങൾ എഴുതി പാസ്സാകേണ്ടത്. തിയറി സബ്ജക്റ്റ് ഇംഗ്ലീഷ്, മലയാളം, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, സോഷ്യോളജി, +2-ൻ്റെ മാത്സ്, ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടാവും. ഇതിനൊക്കെ നമുക്ക് 80-ൽ 26 മാർക്കാണ്. ഈ 26-ൽ നിങ്ങളുടെ അസൈൻമെൻറ്റ് മാർക്ക് ഇൻക്ലൂഡഡ് അല്ല. അസൈൻമെൻറ്റ് മാർക്ക് കൂട്ടാതെയാണ് 26 മാർക്ക് എഴുതിയുണ്ടാകേണ്ടത്. അസൈൻമെൻറ്റ് മാർക്ക് സെപ്പറേറ്റ് ആണ്. അത് ഇതിൽ കുറെ കൂട്ടിയിട്ടല്ല പാസ്സാകേണ്ടത്. അത് ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ഈ അസൈൻമെൻറ്റ് മാർക്ക് കൂടി പ്ലസ് ചെയ്യുന്നത്. പാസ് മാർക്കിൽ അത് ഇൻക്ലൂഡഡ് അല്ല എന്നാണ്. ഇനി അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് 80 മാർക്കല്ല 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ 100-ൻ്റെ 33 എന്ന് പറയുന്നത് 33 മാർക്ക് ഓരോന്നിനും എഴുതി വാങ്ങണം. മറ്റുള്ളവർക്ക് 26 വാങ്ങേണ്ടവർക്ക് ഇവർക്ക് 7 മാർക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ 7 മാർക്ക് എക്സ്ട്രാ എഴുതി വാങ്ങണം. 33 എന്നുള്ളതാണ്. ഇനി മറ്റുള്ള വിഷയങ്ങൾ 20 മാർക്ക് പ്രാക്ടിക്കൽ വരുന്ന വിഷയങ്ങളുടെ കാര്യമാണ് ഇനി പറയുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹോം സയൻസ്, ജോഗ്രഫി, മാസ് കമ്മ്യൂണിക്കേഷൻ, ഇതുപോലുള്ള സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും. +2-ന് ഇതിന് 20 മാർക്കാണ് +2-ന് പ്രാക്ടിക്കൽ വരുന്നത്. അപ്പോൾ 100 മാർക്കിൽ നമുക്ക് അസൈൻമെൻറ്റും വരുന്നുണ്ട്, പ്രാക്ടിക്കലും ഉണ്ട്. പ്രാക്ടിക്കൽ ഉള്ളത് കൊണ്ട് ഇതിൻ്റെ അസൈൻമെൻറ്റ് മാർക്ക് 16-ലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മൾ 20 മാർക്കിനാണ് അസൈൻമെൻറ്റ് എഴുതി കൊടുക്കുന്നതെങ്കിലും 16-ലേക്ക് കൺവേർട്ട് ചെയ്യും. പിന്നെ 20 മാർക്ക് നമുക്ക് പ്രാക്ടിക്കലാണ്. അപ്പോൾ 20-ഉം 16-ഉം 100-ൽ 20-ഉം 16-ഉം ഇവിടെ 36ആയി. ബാക്കി വരുന്ന 64 മാർക്കാണ് എഴുത്ത് പരീക്ഷ. ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ നിങ്ങൾക്ക് 80-ലോ 100-ലോ വരും. പക്ഷേ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യും. 64 മാർക്കാണ് നമുക്ക് എഴുത്ത് പരീക്ഷ. അപ്പോൾ അതിൻ്റെ ഏകദേശം 33, ഏകദേശം 22 മാർക്ക് നിങ്ങൾ ഈ പറഞ്ഞ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലുള്ള വിഷയങ്ങൾക്ക് എഴുതിയിട്ട് തന്നെ 22 വാങ്ങണം. അവിടെ അസൈൻമെൻറ്റ് മാർക്ക് അതിൽ ഉൾക്കൊള്ളിക്കില്ല, പ്രാക്ടിക്കൽ മാർക്ക് ഉൾക്കൊള്ളിക്കില്ല. പ്രാക്ടിക്കലും അസൈൻമെൻറ്റും കൂട്ടാതെ 22 മാർക്ക് ഇതുപോലുള്ള 20 മാർക്ക് പ്രാക്ടിക്കലായിട്ടുള്ള വിഷയങ്ങൾക്ക് എഴുതി വാങ്ങണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഇതൊരു 10ാം ക്ലാസ്സിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഈ ഹോം സയൻസ്, സയൻസ് ആൻഡ് ടെക്നോളജി, മാത്സ് ഇതുപോലുള്ള വിഷയങ്ങൾക്ക് 15 മാർക്കാണ് പ്രാക്ടിക്കൽ. അപ്പോൾ 20 മാർക്ക്, ഏകദേശം 15 മാർക്ക് പ്രാക്ടിക്കൽ ഉണ്ടാവും. ഏകദേശം ഒരു 16 മാർക്ക് അസൈൻമെൻറ്റും വരും. ബാക്കിയുള്ളതിൽ എഴുത്ത് പരീക്ഷയിൽ ഏകദേശം ഒരു 24 മാർക്കാണ് 10ാം ക്ലാസ്സിൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജി, മാത്സ്, ഹോം സയൻസ് പോലുള്ള വിഷയങ്ങൾ പരീക്ഷ എഴുതുന്നവർ ഒരു 24 മാർക്ക് എഴുതി വാങ്ങേണ്ടതാണ് എന്നുള്ളതാണ്. ഓക്കെ. ഇനി നമുക്ക് ഡാറ്റ എൻട്രി ഓപ്പറേഷൻ 10ാം ക്ലാസ്സിൻ്റെ ആയിക്കോട്ടെ +2-ൻ്റെ ആയിക്കോട്ടെ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ കോഡ് നമ്പർ 336 60 മാർക്ക് പ്രാക്ടിക്കലാണ്. ഇതിൽ അസൈൻമെൻറ്റ് നമ്മൾ 20 മാർക്കിലാണ് എഴുതി കൊടുക്കുന്നതെങ്കിലും അതിനെ 8 മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ 60 മാർക്ക് പ്രാക്ടിക്കൽ, 8 മാർക്ക് അസൈൻമെൻറ്റ്. ബാക്കി 68 പോയി 100-ൽ 68 പോയ ബാക്കി വരുന്ന 32 മാർക്കാണ് എഴുത്ത് പരീക്ഷ. ഏകദേശം ആ 32-ൽ
ഒരു 11 മാർക്കൊക്കെ എഴുതി പാസ്സാണ്. അപ്പോൾ ഡാറ്റ എൻട്രിയിൽ നമുക്ക് 11 മാർക്കൊക്കെ എഴുതി പാസ്സായാൽ മതി. 336 കോടി നമ്പറുള്ള ഡാറ്റ എൻട്രിയിൽ. ഇത് 10ാം ക്ലാസ്സിനും പ്ലസ് ടുവിനൊക്കെ ഇതേ നിയമമാണ്. പിന്നെ വരുന്നത് പെയിൻറ്റിങ് 70 മാർക്ക് പ്രാക്ടിക്കലാണ്. അതേപോലെ തന്നെ വൊക്കേഷണൽ വിഷയമായിട്ടുള്ള കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷൻ 70 മാർക്ക് പ്രാക്ടിക്കലാണ്. വൊക്കേഷണൽ വിഷയമായിട്ടുള്ള ഡാറ്റ എൻട്രി 70 മാർക്ക് പ്രാക്ടിക്കലാണ്. അപ്പോൾ ഇതിൽ അസൈൻമെൻ്റ് ഇല്ല. പിന്നെ 30 മാർക്കാണ് തിയറി പരീക്ഷ വരുന്നത്. അപ്പോൾ ഇവിടെ പ്രാക്ടിക്കലിൽ നല്ലൊരു മാർക്ക് വരുന്നത്, തിയറിയിൽ നമുക്ക് ഇതേപോലെ ഒരു 11-12 മാർക്ക് എഴുതി പാസ്സാകാം എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രാക്ടിക്കൽ കൂടുതലുള്ള വിഷയങ്ങൾക്ക് തിയറിക്ക് നമ്മൾ കുറഞ്ഞ മാർക്ക് എഴുതി ഉണ്ടാക്കിയാൽ മതി എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ നമുക്ക് വരുന്നത് 30 മാർക്ക് പ്രാക്ടിക്കലുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ, യോഗ, കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങളുണ്ടായിരിക്കും. അവിടെ നമ്മൾ എഴുതി ഉണ്ടാക്കേണ്ട മാർക്ക് ഏകദേശം ഒരു 20-22 മാർക്കോളം അവിടെ നമ്മൾ എന്ത് ചെയ്യണം, എഴുത്ത് പരീക്ഷയ്ക്ക് എഴുതി വാങ്ങേണ്ടതാണ്. ഈ രീതിയിൽ. അപ്പോൾ പല സബ്ജക്റ്റുകളും പല രീതിയിലാണ്. ഫുള്ള് തിയറി ഉള്ള ഒരു വിഷയമാണെങ്കിൽ അവിടെ എഴുത്ത് പരീക്ഷ കൂടുതൽ മാർക്ക് ഉണ്ടാക്കണം. കൂടുതൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് വിഷയമാണെങ്കിൽ എഴുത്ത് പരീക്ഷക്ക് കുറഞ്ഞ രീതിയിലുള്ള മാർക്ക് ഉണ്ടാകണം. ഒരു വിദ്യാർത്ഥി അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ എഴുത്ത് പരീക്ഷക്ക് കൂടുതൽ മാർക്ക് എഴുതി പാസ്സാണ്. ഒരു വിദ്യാർത്ഥി പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്തില്ല, തിയറിയും അസൈൻമെൻറ്റും ഒക്കെ വെച്ചിട്ടുണ്ട്, വിദ്യാർത്ഥി പാസ്സാവില്ല. പ്രാക്ടിക്കലും തിയറി മസ്റ്റാണ്. അസൈൻമെൻറ്റ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പ്രാക്ടിക്കലും തിയറി മസ്റ്റാണ്. ഇനി വെറും പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്ത് തിയറി അറ്റൻഡ് ചെയ്തില്ലെങ്കിലും ഫെയിലാവും. അപ്പോൾ രണ്ടും അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രത്യേകിച്ച് 2025 ഏപ്രിൽ പരീക്ഷ എഴുതുന്നവരുടെ പ്രാക്ടിക്കൽ എക്സാം മാർച്ച് 10-നും 31-ൻ്റെ ഇടയിൽ നടക്കും. തിയറി എക്സാം ഏപ്രിൽ 10-നും മെയ് 25-ൻ്റെ ഇടയിലാണ് നടക്കുന്നത്. അതിൻ്റെ ഡേറ്റ് ഷീറ്റ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെ വീഡിയോയിൽ അവതരിപ്പിക്കും. എല്ലാ വിഷയത്തിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സോൾവ് ചെയ്യും, എല്ലാ വിഷയത്തിൻ്റെയും. ഓക്കെ. അതേപോലെ തന്നെ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾ, ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ഫീസ് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളും നമ്മൾ SSLC പ്ലസ് 2 അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ നൽകുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും വീട്ടിലിരുന്ന് മൊബൈലിൽ പരീക്ഷ എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ ബോസ് എഡ്യൂക്കേഷൻ്റെ SSLC പ്ലസ് 2 നൽകുന്നുണ്ട്. ഇഗ്നോസ് ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷനും നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യാൻ 9037114679. ഓക്കെ, താങ്ക് യു.